ചേച്ചി ഇവിടെ ഗാന്ധി ഭവനിൽ എത്തിയിട്ട് ഇപ്പൊ എത്ര നാളായി? 1 വർഷവും 4 മാസമായി. ഇവിടെയുള്ള ആൾക്കാരുടെ കൂടെ ഈ അമ്മയും കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ് ഇപ്പോൾ. കാരണം വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ഷൂട്ടിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് വീട്ടിലെങ്ങനെ അമ്മ ചോറ് കഴിച്ചോ, അമ്മയ്ക്ക് കൊടുത്തോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അമ്മയെ മാത്രം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ എനിക്ക് അങ്ങനെയല്ല, എല്ലാവരുടെയും കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അമ്മ ഒത്തിരി പരിഗണന എന്നെ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അമ്മയെ എപ്പോൾ ഞാൻ വിളിക്കുന്ന ചിലപ്പോൾ ഞാൻ മിറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചേന്നൊരു വിളി കേൾക്കാം. ഞാൻ ഓടി വരുമ്പോൾ എന്നോട് പറയാണ്, ഞാൻ വെറുതെ വിളിച്ചത് എവിടെയാണെന്ന് അറിയാൻ. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ വേണം. അന്നേരം എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്മയുടെ അടുത്ത് അമ്മ എന്നെ ഒരുപാട് സമയം ആഗ്രഹിക്കുന്നുണ്ട്, കൂടെ ഇരിക്കണമെന്ന്. അപ്പോൾ എനിക്ക് ജോലി, വീട്ടിൽ മറ്റുള്ളവർക്ക് കാപ്പി ഉണ്ടാക്കണം, കുറേ പട്ടിയുണ്ട്, അതുങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കണം, മുറ്റം അടിക്കണം, അങ്ങനെ ജോലിയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് നോക്കി ചായയൊക്കെ കൊടുത്തിട്ടായിരിക്കും ഞാൻ പോകുന്നത്. ചായ കുടിച്ചു, ബാക്കി അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളത് കൊടുത്താൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്കൊരു സ്വാതന്ത്ര്യം. അമ്മയ്ക്ക് ഇവിടുത്തെ ഭക്ഷണം എൻ്റെ വീട്ടിനേക്കാൾ കൂടുതലായിട്ട് വീട്ടിൽ കൊടുക്കുന്നതിനേക്കാൾ ഞാൻ ഇവിടെ കൂടുതൽ കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പരിഗണന അമ്മ ആഗ്രഹിക്കുന്നു. ചേച്ചി ഇപ്പോൾ സീരിയലിലായാലും ഡബ്ബിംഗ് മേഖലയിലായാലും അങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു തിരക്കുകൾക്കിടയിൽ ഇവിടെ എങ്ങനെയാണ്? 1 വർഷം ഞാൻ ഒരു വർക്കിനും പോയില്ല മോളെ. ഒരു വർക്കിനും പോകാതെ നമ്മുടെ മിടാക്ക് ഉൾപ്പെടെ 2 പ്രാവശ്യം മിടാക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമിച്ചു. ഞാൻ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വരെ അമ്മയ്ക്ക് വേണ്ടി വിഷമിച്ചിട്ടുണ്ട്. ഞാൻ വർക്കിന് വിളിച്ചാൽ അതിനിടയ്ക്ക് എന്നെ ഒരു പരസ്യം വിളിച്ചു, പാലക്കാടായിരുന്നു. അപ്പോൾ 3 ദിവസം മാറി നിൽക്കാമെന്ന് അമ്മ സമ്മതിക്കും. അമ്മയ്ക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ 1 വർഷം ശരിക്കും വിഷമിച്ചു. പിന്നെ ഞാൻ ഓർത്ത് വേറെ ആരും ചെയ്യാനില്ല, വേറൊരു ഓപ്ഷൻ ഇല്ല എനിക്ക് ചെയ്യാനായിട്ട്. അമ്മ എന്നെ കാണാതെ നിൽക്കത്തുമില്ല. ഇവിടെ എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നവരാണ്. ഇപ്പം ഞാനില്ലെങ്കിൽ ഈ ബെഡേ കിടക്കുന്ന കൊച്ചാണ്, അവളാണ് എല്ലാം ചെയ്യുന്നത്, വനജ എല്ലാം ചെയ്യുന്നത്. എൻ്റെ ആ കാര്യമായിട്ട് വനജയാണ് ഇഷ്ടവും. 5 മണിയാകുമ്പോൾ അവളെ വിളിക്കും, മാനാജായ എന്ന് വിളിക്കും. അവളെ മാത്രം വ്യക്തമായിട്ട് വിളിക്കും ചായയ്ക്ക്. അങ്ങനെ അവൾ നോക്കുന്നുണ്ട്. വീട്ടിൽ അങ്ങനെ ഒരു പരിഗണന കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിവിടെ വരേണ്ടി വരില്ലായിരുന്നു. ഇവിടെയൊക്കെ ആകുമ്പോൾ ഞാൻ മാത്രം കൊടുക്കുന്നു, ഞാൻ കഴിപ്പിക്കുന്നു, കഴിച്ചില്ലേ ചത്തുപോകും എന്നൊക്കെ പറയുമ്പം കഴിക്കും. അവിടെ അത്ര നിർബന്ധിച്ച് കൊടുക്കാൻ ആളില്ല. അപ്പോൾ അവിടെ ആരുള്ളത്? അപ്പോൾ വീട്ടിൽ മോൻ്റെ വൈഫുണ്ട്, കുഞ്ഞുണ്ട്. അപ്പോൾ കുഞ്ഞ് ഓടി ചെല്ലും അടുത്തോട്ട്. അത് അവർക്ക് ഇഷ്ടമല്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി ഈ നഖമൊക്കെ വെട്ടാൻ ഭയങ്കര മടിയായിരുന്നു. നമ്മൾ നഖം വെട്ടുമ്പോൾ ഭയങ്കരമായിട്ട് കിടന്ന് കരയും. അപ്പോൾ അവൾ വന്നാലും, അത് കുറച്ച് ജേഴ്സാണ്, അവൾ വന്നാലും വെട്ടിക്കത്തില്ല. ഇവിടെ വന്നതിന് ശേഷം കൃത്യമായിട്ട് സിസ്റ്റർമാർ വളരെ സ്നേഹത്തോടെ എപ്പോഴും പിടിക്കുമ്പോൾ പേടിയാണ്. അങ്ങനെയാണ്. നഖം വെട്ടെന്ന് വിചാരിച്ചിട്ടാണോ? നഖം വെട്ടിക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ നഖം വലിക്കൽ. അതെന്താ നഖം വെട്ടാൻ? വേദന ഉണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ വന്നപ്പോഴത്തേന് അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ കൊച്ചിൻ്റെ കൈ നഖം കൊച്ചിൻ്റെ ദേഹത്ത് കൊള്ളും, കൊച്ചിനെ അങ്ങോട്ട് വിടത്തില്ല. പിന്നെ ഡയപ്പറൊക്കെ കെട്ടിയാൽ അന്നത്രയും ശീലമില്ല. ഡയപ്പർ കെട്ടുമ്പോൾ ആഴ്ചകളായി മൂത്രം ഒഴിച്ച് ഇങ്ങനെ ഞാൻ തന്നെ പൊക്കോളാമെന്നും പറഞ്ഞ് ഇത് അഴിച്ചു വെച്ചുകൊണ്ടായിരിക്കും ബാത്റൂമിൽ പോകുന്നത്. അപ്പോൾ കൊച്ചോടി ചെല്ലുമ്പോഴത്തേക്കിന് അത് ചവിട്ടുമെന്നും പറഞ്ഞ് പിള്ളേരെ കൊച്ചിനെ എടുത്തോട്ടെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു പുള്ളിക്കാരത്തേക്ക്. കൊച്ചു കുഞ്ഞല്ലേ, അവനറിയില്ലല്ലോ, 1.5 വയസ്സുള്ള മോനല്ലേ. സങ്കടമായിരുന്നു. മൂളുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇത്രയും നന്നായിട്ട് ഇപ്പോൾ അങ്ങനെയല്ല പറഞ്ഞല്ലോ, ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ കുഞ്ഞാണ്. കുഞ്ഞുവാവെന്ന് അപ്പുറത്തുള്ളവരെ വിളിക്കുന്നത്. അപ്പുറത്ത് അമ്മടക്കുന്ന കുഞ്ഞുവാവ ഉറങ്ങിയെന്ന് ചോദിക്കും. രാത്രി ഉറങ്ങത്തിൽ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കും, തിരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു തിരിച്ച് കിടത്തണമെന്ന് ചോദിക്കുമ്പോൾ തിരിഞ്ഞ് കിടക്കാനാന്ന് പറയും. ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാനൊന്നും പറ്റത്തില്ല, നമ്മളെടുത്ത് തിരിച്ച് കിടത്തുക. അപ്പോൾ ചേച്ചി ഇവിടെ ഇപ്പോൾ അമ്മയുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ പേരിൽ ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോയും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? അതൊക്കെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അമ്മയുടെ വായിൽ നിന്ന് നല്ലത് വരികയില്ല. അപ്പം അതിൻ്റെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ രാത്രി വരുമ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞു, അമ്മച്ചി അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നെ നോക്കാൻ പറ്റത്തില്ല. മകൻ്റെ ഭാര്യ. മകൻ്റെ ഭാര്യ. പക്ഷെ അവൾക്ക് സ്നേഹക്കുറവൊന്നും അമ്മയോട് കാണിച്ചിട്ടില്ല. പക്ഷെ അമ്മയുടെ പൊസസീവ്നെസ്സാണ് അത് കൂടുതലും. അപ്പം ഞാൻ പറഞ്ഞു കൊന്നിട്ട് അങ്ങനെ എനിക്ക് സഹിക്കും, അത് കൊല്ലാൻ ഒരുങ്ങിയത്, കൊന്നിട്ട് ഞാനും ചാകുമെന്നും പറഞ്ഞു ഉറക്കുവിളി എടുത്തതാണ്. പിറ്റേ ദിവസം എനിക്ക് തോന്നി, അന്നേരം എന്നെ ചീത്ത പറയുന്നത്. ഞാൻ പറഞ്ഞ അമ്മ സ്വസ്ഥത എനിക്ക്, അമ്മയ്ക്ക് ഭക്ഷണത്തിന് കുറവില്ല, എൻ്റെ മക്കൾ എന്ത് വേണേലും എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കുന്ന പിള്ളേരാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചീത്ത പറയുന്നു പറയും. പക്ഷെ വായിന്ന് അതേ വരുവുള്ളായിരുന്നു. പിന്നെ അവർ വളർന്ന സാഹചര്യം, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതിന് രണ്ടാനമ്മ ആണ് നോക്കി. അപ്പോൾ അതിനോട് അങ്ങനെ ആർക്കും ഒരു കരുണയോ സ്നേഹമൊന്നും ഇല്ല. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നാലും എന്നോട് ഒന്നും ആലോചിച്ച് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന ചേച്ചി. അപ്പോൾ അമ്മയുടെ ഈ ദേഷ്യം, ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സങ്കടം, പിന്നെ അമ്മയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്ത പേടി, ഒറ്റയ്ക്കൊരു റൂമിൽ കിടക്കത്തില്ല. അവർ വർക്ക് ഏരിയയിൽ അമ്മ കിടത്തിരുന്നു.
എൻ്റെ റൂമിൽ കിടത്താൻ അവർ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി അമ്മ സഹിച്ചപ്പോൾ എനിക്കത് കാണാൻ പറ്റത്തില്ല. ഇതുപോലൊരു പാസേജ് ഉണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തോട്ട്. അപ്പോൾ അവിടെ കിടന്ന് അടുക്കള നിൽക്കുന്ന സകല സംഭവം അമ്മയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അടുക്കളയിലായിരിക്കില്ല. അപ്പോൾ കൊച്ച എന്നാ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ചോദിക്കുമായിരുന്നു. രാത്രിയിൽ ഇവനെ എൻ്റെ മുറിയിൽ കൊണ്ട് കിടത്താൻ സമ്മതിക്കില്ല. ഇവിടെ ഒരു മൂത്രം ഒഴിക്കും, ഇവിടെ ആരെങ്കിലും വന്നാൽ മണം വരും, അതുകൊണ്ട് അവിടെ തന്നെ കിടന്നുണ്ട്. ബാത്റൂം ഉണ്ടല്ലോ അതിനകത്തുനിന്ന്. അപ്പം ഞാൻ എന്നെ എടുക്കും, അടുക്കളയിൽ തന്നെ ഞാൻ ബെഡ് കൊണ്ടിട്ടിട്ട് ഞാൻ അവിടെ കിടക്കും അമ്മയ്ക്ക് കൂട്ടായിട്ട്. ഞാനില്ലാത്തപ്പോൾ അമ്മയ്ക്ക് പേടിയാണ്. ലൈറ്റ് ഓഫ് ചെയ്ത് അമ്മ ഒരു ചെറിയ സീറോ ബൾബ് ഉണ്ട്, അപ്പോൾ അതിന് പേടിയാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഡോക്ടറോട് ചോദിച്ചാൽ എന്താണെന്ന് എന്നോട് പറഞ്ഞ അമ്മ ആരെയൊക്കെ ഭയപ്പെടുന്നുണ്ട്, ചേച്ചി ഒരു കാര്യം ചേച്ചിക്ക് മെൻ്റലായി പോവും ഇങ്ങനെ ആയാൽ. അപ്പോൾ ഈ ഉറക്കത്തിന് വന്ന മരുന്ന് എത്ര കഴിച്ചാലും ഹോമിയോയാണ്, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറേ ദിവസത്തെ മരുന്നൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് രണ്ടുപേരോട് അങ്ങ് ചത്തേക്കാം. കാരണം എനിക്ക് ഞാൻ ചിന്തിച്ചപ്പം മക്കളെ വളർത്തി ഇത്രയൊക്കെ ആക്കി മക്കളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഭയങ്കര ഇതായിട്ട് അമ്മച്ചോട് പെരുമാറുന്നത്. അപ്പം ഞങ്ങൾ അവിടെ വന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ജോലിക്ക് പോകണ്ടേ, 10 ദിവസം ഞങ്ങൾ ലീവിന് വരുന്നവരോ, സ്വസ്ഥമായിട്ട് വീട്ടിൽ നിന്ന് നല്ല ഫുഡ് കഴിക്കാനാണ് വരുന്നത്, നല്ല ആഹാരം കഴിക്കാനും അമ്മയുടെ കൈ കൊണ്ട് കഴിക്കാനും ഒക്കെ വരുമ്പോൾ സ്വസ്ഥതയില്ല. ഞങ്ങൾക്ക് ഇന്നത് അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ ചിലവിന് നിങ്ങൾ രണ്ടും കൂടെ എന്താണെന്നാ പറഞ്ഞു തീർക്കെന്ന് പറയും. മക്കളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തലേ ദിവസം പറഞ്ഞു, മോനെ ഞാൻ ഇങ്ങനെ ഗാന്ധി ഭവനിൽ പോകുന്നത്, ഞാൻ പറഞ്ഞിട്ട് അമ്മച്ച് പോകണ്ട, ഇത് സഹിച്ച് നിൽക്കുക ജീവിതത്തോളം, ഞാൻ അച്ഛൻ ഉപേക്ഷിക്കാം, അമ്മയ്ക്ക് കളയാൻ പറ്റും, അല്ലെങ്കിൽ പണ്ടേ കളയണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വളരുമ്പം മാറും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും നാൾ സഹിച്ചത്, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, എന്നോട് എന്തെങ്കിലും എനിക്ക് മനസ്സിലാവും, പക്ഷെ അമ്മയോട് അങ്ങനെ പെരുമാറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി തലേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ലെറ്റർ വേണമെന്ന് സാറ് പറഞ്ഞിരുന്നു, പഞ്ചായത്ത് ലെറ്റർ വേണമെന്നുണ്ട്. രണ്ടും കൊണ്ടാണ് വന്നത്. രണ്ടും പുള്ളിയോട് ചോദിച്ചിട്ട് കൊടുത്തപ്പോൾ പറഞ്ഞു അവിടെ അമ്മയുടെ കാലശേഷം അവളിഞ്ഞ് വന്നോളും, പൊയ്ക്കോട്ടെ, എനിക്ക് അവരെ സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ ഈ സംഭവം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ അമ്മയെ കൊല്ലാൻ വരെ ഒരുങ്ങി സാറെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മെൻ്റലി ഡിപ്രഷനായിട്ട് കൊല്ലാനാണ് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ടും ഗാന്ധി ഭവനിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല, വീട്ടിലിട്ട് കൊന്നാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ മാനസിക നില നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ സ്വസ്ഥതയില്ല, വീട്ടിൽ സപ്പോർട്ടില്ല, പിന്നെ അമ്മയുടെ ഈ സ്വഭാവം, അപ്പോൾ രണ്ടും കൂടെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ജോലിയുടെ ഇതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി വിഷമങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ അഡ്വാൻസായിട്ട് ഇത് ഞാനങ്ങ് പറഞ്ഞു, എന്ത് വരുന്നില്ല വരട്ടെ, കാരണം വീട്ടിനേക്കാൾ സുഖമാണ് പോലീസ് സ്റ്റേഷനാണ്, അങ്ങനെ ആ രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ സാറ് പറഞ്ഞത് അതുകൊണ്ടാണ് ഒരാൾക്കൊരു മനുഷ്യനാണ്, അവർക്ക് ഇങ്ങനെ പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാവും. നിങ്ങൾ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇപ്പം മരിച്ചു പോകേണ്ട സമയം കഴിഞ്ഞില്ലേ, അമ്മ നിങ്ങൾ കൊണ്ടുവന്നെങ്കിൽ കൊണ്ടുപോകും, പിന്നെ അവിടെ എങ്ങനെയാണ് നമ്മൾ സാറിനോട് ചോദിച്ചിട്ടാണ് കൊണ്ടുപോകണമെന്ന്. ഞാൻ അവിടെ ഒന്ന് സാറിനോട് സത്യമില്ല പറഞ്ഞു, സാറ് പറഞ്ഞു നിൽക്കക്കളിയിൽ പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വരുന്നത്. അപ്പോൾ മക്കൾ കാണാൻ വരുമോ ഇവിടേക്ക്? വന്നു, രണ്ടുപേരും വന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുള്ളൂ, അമ്മയെ വേണ്ടവർക്ക്. അവർ പറയണം ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊടുത്തോളാം, ഇവിടെ കിടന്നോട്ടെ, ഇവിടെ മരിക്കുമ്പോൾ കൊണ്ടുപോയി അവിടെ അടക്കാം. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇല്ലാത്തൊരു വീട്ടിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. കാരണം അമ്മ ഉണ്ടാക്കിയതല്ല, അമ്മ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട, വേറെ മക്കളില്ലായിരുന്നു. എൻ്റെ മക്കളെ വളർത്താനും സത്യത്തിനൊക്കെ നാടകത്തിന് പോകുമ്പോൾ ഒരു മോൻ 1 വയസ്സും അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നാടകം കളിക്കാം പകരം ഒരാൾക്ക് വേണ്ടി പോയതാണ്. പക്ഷേ വീണ്ടും ആ കുഞ്ഞിനെയും കൊണ്ട് പോകേണ്ടി വന്നു. വണ്ടിയിൽ തൊട്ടി കിട്ടി കൊണ്ടുപോയിട്ടുണ്ട് മക്കളെ. ഇളയ മോനെ 8 മാസം പ്രായമുള്ളപ്പെടുന്ന നാടകത്തിന് പോയപ്പോൾ വണ്ടിയിൽ തുണിത്തൊട്ടി കെട്ടിയിട്ടിട്ട് നാടകം കഴിഞ്ഞിട്ട് പിടിച്ച് അങ്ങനെ വളർത്തിയ മക്കളാണ്. അപ്പോൾ അവർക്ക് അമ്മ വേണ്ട, അമ്മച്ചി അവിടെ വന്ന അമ്മച്ചിയുടെ വായിൽ നിന്ന് ചീത്ത വരും, അത് എൻ്റെ കുഞ്ഞ് കേൾക്കും, ഉച്ച വളരുന്ന വീടല്ലേ, പിന്നെ എങ്ങനെ എടുത്താലും അമ്മച്ചി മുറി തുറന്ന് പുറത്തുവരും, മുറി കുറ്റിയിടും, ഒരു ജനലിൽ കൂടെ അമ്മ വളർത്താൻ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവരുടെ വീട്ടിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല, പിന്നെ എന്താ അങ്ങ് നടക്കും, എത്ര നാൾ നടക്കും? അതാ നമ്മൾ കുഞ്ഞിനറിയില്ലല്ലോ അമ്മ അതിനെ കാണുമ്പോൾ ഓടി വന്ന് ഇങ്ങനെ പിടിച്ച് കൈയൊക്കെ ഇങ്ങനെ പിടിച്ച്, അപ്പോൾ തുണിയിക്കത്തില്ല കൊച്ചിന്. അപ്പോൾ ഇതിൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ എന്തെല്ലാം ആയിരിക്കും. അങ്ങനെ ഒത്തിരി വിഷമിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു ഇതൊന്നുമില്ല. കാരണം ഇവിടുത്തെ മറ്റുള്ള അമ്മമാരെ വെച്ച് നോക്കുമ്പോൾ അമ്മ ഒത്തിരി ഭാഗ്യവതിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കൂടെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നില്ലേ. അപ്പോൾ അവിടുത്തെ ഉള്ളവരോടൊക്കെ പുള്ളി പറയുന്നു, 2 ആഴ്ച കൂടെ ലവ്ലി അവിടെ നിൽക്കത്തില്ല. ലവ്ലി ഇത്രയും ഇതായിട്ട് ജീവിച്ചിട്ട് അവിടെ ചെന്ന് എങ്ങനെ ആശുപത്രി കിടക്കുന്ന പോലെ കിടക്കുന്നത്, ഒന്നും വെക്കാനുള്ള സൗകര്യം ഇരുന്ന് അവിടെ. ഇവിടുന്ന് ഒരു പയ്യൻ ഞങ്ങളവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ ചെന്നാൽ ലവ് ചേച്ചി എങ്ങനെ നിൽക്കും, അവിടെ ഒന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്. പക്ഷെ ഞാനതൊക്കെ നിൽക്കാൻ തയ്യാറായിട്ടാണ് വന്നത്. വേറെ എനിക്ക് വേറൊരു മാർഗ്ഗമില്ല. എനിക്ക് വേറെ ഒരിടത്തോട്ടും പോയി വാടകയ്ക്ക് പോയി താമസിക്കാനോ അതിനുള്ള, കാരണം ഞാൻ ജീവിച്ചത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ 1 രൂപ എൻ്റെയും ബാലൻസ് ഇല്ല. എല്ലാം ഉണ്ടാക്കി ഇപ്പോൾ എനിക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം
വീടായി, സകലതുമായി, പിള്ളേർ രണ്ടുപേരും സെറ്റിൽഡായി, അവരുടെ കല്യാണം വരെ നടത്തി, എല്ലാ കടമകളും ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാനത് പറഞ്ഞിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അമ്മച്ചി ഉണ്ടായിരുന്നു. ഇനി ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇതുവരെ ഞാൻ അവരുടെ കൂടെ ജീവിച്ചിട്ടില്ല. അങ്ങനെ പോകുന്നത്. പക്ഷെ മക്കൾ വിളിക്കുമ്പം പറയണം അമ്മച്ചി അവിടെ നിൽക്കണം, അമ്മച്ചി ഇങ്ങോട്ട് ഒരു 2 ആഴ്ച കുടുംബം തിരിച്ചു പോയാൽ മതി, ഇവിടെ വന്ന് നിൽക്കുക, ഇവിടുന്ന് നല്ല ഫുഡ് കഴിച്ചിട്ട് പോകാം, ആ കോലം കെട്ടായിരിക്കുന്നത്, അത് നല്ല ആഹാരം കഴിക്കാഞ്ഞിട്ട്. അങ്ങനെ അപ്പം ഞാൻ പറയും ആര് നോക്കും അമ്മയെന്ന് വെച്ചാൽ പറയും ഗാന്ധി ഭവനിലല്ലേ എന്ന്. ഞാൻ പറയും ഗാന്ധി ഭവനിലുള്ള ആരെയും അല്ലല്ലോ അമ്മ പ്രസവിച്ചെന്നെയല്ലേ. അപ്പോൾ അവർക്ക് പ്രതീക്ഷ ഉണ്ടായി എൻ്റെ മകളെന്നെ വയസ്സാങ്കാലത്ത് നോക്കൂ. അവർ പ്രതീക്ഷ ഉണ്ടായിട്ടല്ലേ. അവർ പ്രതീക്ഷ ഞാൻ കളയുന്നില്ല അവസാനം വരെ. അങ്ങനെ തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അങ്ങനൊരു പ്രതീക്ഷ എനിക്കില്ല എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്നോ, ഇനി അവർക്ക് സ്നേഹമാണ് ഇല്ലെന്നില്ല. പക്ഷേ ഇപ്പം ഞാനൊരു 2-3 മാസമായിട്ട് വിളിക്കാറില്ല, ഒന്നുമില്ല. എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിളിക്കരുത്, കാണരുത്, വരരുത്. അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാലം വരും, തീർച്ചയായിട്ടും വരും. അങ്ങനെ വരുമെന്നൊരു ഇനിയുള്ള ജനറേഷൻ അങ്ങനെ വരും, കുറേ കൂടെ കഴിയുമ്പം വരുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയുള്ള സങ്കടം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ കിടക്കുന്നതിന് എത്ര ദിവസം കൂടെ എല്ലാം വെച്ച് ഇങ്ങനെ കൊണ്ടുപോരെ, എത്ര നാൾ ഇതിങ്ങനെ സംസാരിക്കാൻ പോലും വയ്യാത്ത എന്തു പറയാനാ മക്കളെ. അതവർ മറന്നുപോയി, അവർ വളർന്നത് മറന്നുപോയി. ഒരു സെറ്റിൽഡ് ആയപ്പോൾ അവർ വിചാരിച്ചു ഇതാണ് ലോകം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യ, കുടുംബം, അമ്മയച്ഛനും. അതിനപ്പുറത്തേക്ക് ഒരു തലമുറ ഉണ്ടായിരുന്നു, അവരെ പിടിച്ചു വെച്ച് നടത്തി. എൻ്റെ മൂത്ത മോന് 4 വയസ്സും ഇളയവനും കൈക്കുഞ്ഞായിരുന്നപ്പോൾ ഏൽപ്പിച്ചിട്ട് ഈ 8 മാസം തൊട്ടേ കൊണ്ടുപോകണം. 1 വയസ്സായപ്പോൾ അമ്മേനോട് പറഞ്ഞ് നീ കൊണ്ടുപോകണ്ട, നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് അന്ന് ഞാൻ എൻ്റെ കുറേ സ്വർണ്ണങ്ങളൊക്കെ വിറ്റിട്ട് കുറേ നിലം വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടത്തി പണിക്കാരുണ്ട്, അവർക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിൽ 3-4 പശുക്കളുണ്ട്, അതിൻ്റെ എല്ലാ പണിയും ചെയ്യണം. എൻ്റെ കുഞ്ഞുങ്ങളെ 2 എണ്ണത്തിനെ വളർത്തണം. ഒന്നിനെ എളി വയ്ക്കും, ഒന്നിനെ കൈ പിടിച്ച് കൊണ്ട് നടന്നതാണ്. അങ്ങനെ നോക്കിയിരുന്ന ഒരമ്മയാണ്. അപ്പോൾ അവർക്കത് അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കത്തില്ല അമ്മച്ചി, അച്ഛൻ അങ്ങനെ ആയിപ്പോയി, ഞങ്ങൾ പറഞ്ഞാൽ നന്നാവുമോ എന്നാ ചോദിക്കുന്നത്. ഈ അമ്മയെ നോക്കാൻ ചേച്ചി ഉണ്ടല്ലോ, അതുപോലെ ചേച്ചിയെ നോക്കാനായിട്ടും ആരെങ്കിലും ഗാന്ധി ഭവനിലാണ് ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട്. എന്നാൽ മക്കളല്ലല്ലേ ഞാൻ, കാരണം ഞാൻ കൊടുത്തവരാരുമല്ല എന്നെ സഹായിച്ചേക്കുന്നത്. ഈ നിമിഷം വരെ ഞാൻ സഹായിച്ചവരാരുമല്ല, സഹായിച്ചവരും ഞാൻ സ്നേഹിച്ചവരും ആരുമല്ല എനിക്ക് തിരിച്ചു വന്നിട്ടുള്ളത്, വേറെ എവിടെയൊക്കെയോ കിടന്നവരൊക്കെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട്. ആരെങ്കിലുമായിട്ട് നമ്മൾ എവിടെ കൊടുത്താലും എങ്ങനെയെങ്കിലും നമുക്ക് ദൈവം തിരിച്ചു തരും, അത് ഉറപ്പാണ്. അങ്ങനൊരു ആശ്വാസമേ ഉള്ളൂ. ഇപ്പം പിന്നെ ഞാൻ ആലോചിക്കും, ഇപ്പോൾ ഈ വർക്ക് കൂടെ കിട്ടില്ല ഞാൻ എന്ത് ചെയ്തേനെ. അത്രയേറെ വിഷമിച്ചു ഞാൻ. 1 വർഷം 1 മാസം ഈ ഓഗസ്റ്റ് തൊട്ടാണ് വർക്കിന് പോകാൻ തുടങ്ങിയത്. അല്ല എന്ത് ചെയ്തേനെ. മിഡാക്കിൽ എത്ര പേരുണ്ട്, നമ്മൾ എത്ര പേരുണ്ടായിരുന്നു മിഡാക്കിൽ. ആരൊക്കെ എന്നെ അറിയുന്നവരുണ്ട്, ആരൊക്കെ അറിയാത്തവരുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. എൻ്റെ ഡോക്ടർ ഞാനിവിടെ വരാൻ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം എന്നെ ചികിത്സിച്ച ഡോക്ടറാണ് ആദ്യം എന്നോട് പറഞ്ഞു നിനക്ക് പോകാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്താണ്, അമ്മയ്ക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ചെയ്തോളാം ലവ്ലി, സ്വസ്ഥമായിട്ട് പോകാൻ പറ്റും, ഇനി മെൻ്റലി നേരെയാവുമെന്ന് എന്നോട് പറഞ്ഞു. നിനക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട്, സാരമില്ല, ഇപ്പോൾ കുറേ നാൾ മാറി നിൽക്കുമ്പോൾ അത് വ്യത്യാസം വരും അവിടെ ചെല്ലുമ്പോഴാണ്. സത്യം അവിടെയായിരുന്നു എല്ലാം ഭ്രാന്തം വന്നു പോയിനെ എനിക്ക്. അല്ലെ ഞാൻ ഒന്നുകിൽ അമ്മയെ കൊന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയത്, ആ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം അത്രയേറെ ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അമ്മയുടെ മിണ്ടത്തില്ല. അവർ ചോറ് കൊണ്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് കൊടുത്ത് വെള്ളവും കൊണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് പോരും. ഞാൻ ചെല്ലുമ്പോഴൊക്കെ ചിലപ്പോൾ ചോറ് അതുപോലെ ഇരിക്കുക. ഞാൻ ചോദിക്കുമ്പോൾ സ്നേഹ അമ്മ കഴിച്ചായിരുന്നോ, അമ്മച്ചി അങ്ങോട്ട് തല കാണിച്ചാൽ അല്ലെങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അമ്മച്ചി ഇപ്പോൾ വരുന്ന അവൾ വന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ വാശി പിടിച്ചാൽ ഞങ്ങൾക്ക് അതൊരു സത്യമാണ്. പിന്നെ അവൾക്ക് കുഞ്ഞുള്ളപ്പോഴത്തേന് വാരി കൊടുക്കാനോ അല്ല അങ്ങനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ആര് തന്നു ഇതൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്കാരും തന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ ഓർമ്മക്കുറവുണ്ട്, സോഡിയത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. തന്നെ ഇറങ്ങിപ്പോയി മുള്ളി വെച്ചു പറയവേ, ഞാനങ്ങ് വിളിച്ചില്ല ഇവിടെ, ഞാനല്ല ആ കൊച്ചു വന്ന് വിളിച്ചെന്ന് പറഞ്ഞായിരുന്നു. അത് തന്നെയായിരുന്നു. പക്ഷെ അത് ഉൾക്കൊള്ളാൻ അവിടെ ആരും ഇല്ലായിരുന്നു. ഒരു പ്രായമാകുമെന്ന് അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഡോക്ടറോട് എപ്പോഴും ചെന്ന് ചോദിക്കുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ ചേച്ചി ഇങ്ങനെയാണ്, സോഡിയത്തിൻ്റെ പ്രശ്നമുണ്ട്, കരിക്കും വെള്ളം ഇടയ്ക്ക് ആഴ്ച 2 ദിവസം കൊടുക്കുക, പിന്നെ ഞാൻ മരുന്ന് തരാം, പിന്നെ അതുപോലെ ഫിറ്റ്സ് ഉണ്ടാവും. ഫിറ്റ്സ് ഉണ്ടായിട്ട് ഇങ്ങനെ വന്നിട്ട് ആ കിടക്കുന്ന കിടപ്പിലങ്ങ് മൂത്രമൊഴിച്ച് പോകും, ബെഡിലല്ല. പുള്ളിക്കത് ഓർമ്മയുണ്ടാവില്ല. എന്നിട്ട് മരിച്ചതുപോലെ കിടക്കും. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴേ എണീറ്റ് വരത്തുള്ളൂ.
ജീവിതത്തിൽ നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ നേരം കാലൊക്കെ തിരുമ്മി കഴിയുമ്പോഴെങ്ങനെ അപ്പോൾ ആ മരുന്നൊക്കെ അതിനൊക്കെ ഹോമിയോ കൊടുത്താണ്. അപ്പോൾ ഹോമിയോ കൊടുത്തുകൊണ്ടാവാം ഇനി ഓർമ്മക്കുറവില്ല, പഴയ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു, ഞാൻ ഇന്ന ആൾ മരിച്ചു പോയി എന്നും പറഞ്ഞ് കരഞ്ഞു, അവരെ ഓർത്ത് കരഞ്ഞു. അങ്ങനെയൊക്കെ അതൊക്കെ ഓർമ്മയുണ്ട്. ഇനി സംസാരിക്കാനായിട്ട് ഇപ്പം ഇങ്ങനെ വിളി പറച്ചിലും ഒക്കെ ഉറങ്ങിയല്ലേ? ഉറങ്ങി. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഒക്കെ ഇവിടെയൊക്കെ വന്ന് അമ്മയെന്നൊക്കെ വിളിച്ച് ഏറ്റവും പ്രായം കൂടിയ അമ്മയായതുകൊണ്ട് എല്ലാവരും വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഇവിടെ വന്ന് ഈ ബഹളം ഭയങ്കരമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനും സമ്മതിക്കില്ല, ആരോടും സംസാരിക്കാൻ സമ്മതിക്കില്ല, ഫോൺ വരാൻ പറ്റത്തില്ല. അതൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട്. ഇപ്പം ഈ ഉറക്കം ഉറങ്ങും, രാത്രി ഉറങ്ങില്ല. രാത്രി ഇച്ചിരി നേരം ഉറങ്ങിയിട്ട് ഈ വിളിയ തിരിച്ച് കിടത്തണം. അപ്പോൾ ഒരുപാട് സന്തോഷം സന്തോഷം കണ്ടതിലും സംസാരിക്കാൻ പറ്റും.